ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എണീക്കുമ്പോൾ തന്നെ ഷൂട്ടൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ എണീറ്റപ്പാടെ തന്നെ വമ്പൻ തുമ്മലായതുകൊണ്ട് അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആവുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത്. ഞാനിപ്പോൾ എണീറ്റു, ആ തുമ്മലും ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഫുഡ് കഴിക്കണം, അത്രയേ ഉള്ളൂ. ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞു. മൂക്കടഞ്ഞിട്ടുണ്ട്, കാരണം ഞാൻ മൂക്കൊക്കെ അടഞ്ഞിരിക്കുക കേട്ടോ. കാരണം ഞാൻ ഇന്നലെ കുളിച്ചു, കുറച്ച് ദിവസത്തിന് ശേഷമാണ് കുളിക്കുന്നത്. ഞാനൊരു വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസിനെ ഒരു 1.5 വീക്ക് അങ്ങനെ കുളിക്കാറുള്ളൂ. കാരണം എനിക്ക് കുളിച്ചു കഴിഞ്ഞ് തല ഇങ്ങനെ നമ്മൾ മുടി മുഴുവൻ മുന്നിലേക്ക് ഇട്ട് തോർത്തുമ്പോഴേ വയറിളകുന്ന കാരണം, മീൻസ് വയറിളകുക എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ എന്താ പറയുക ലൂസ് മോഷനാന്ന് വിചാരിക്കരുത്. നമ്മുടെ വയറിങ്ങനെ കിടന്ന് ഇളകില്ലേ, അതുകൊണ്ടാണ് എന്നും കുളിക്കാതിരിക്കുന്നത്. പിന്നെ അത് ഈ പ്രശ്നം, ഞാൻ കുളിച്ചതിയാണ് ഈ തുമ്മൽ, തൊണ്ടവേദന, മൂക്കടപ്പ്, ഈ വിധ സാമഗ്രികളെല്ലാം വന്നു ഇന്നലത്തോടു കൂടി. ആകെ എങ്ങനെ എടുത്ത് കംപ്ലീറ്റ് ആകാതൊന്നും എനിക്കറിയില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ ആദ്യമേ ഡിസ്ക്ലെയിമർ പറയാം, ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ വ്ളോഗൊന്നും അല്ല. കാരണം ഞാൻ അധികമായിട്ടൊന്നും എനിക്ക് ചെയ്യാനില്ല. എന്ന് കുറച്ച് പാക്കിംഗ് ഉണ്ടത് മാത്രം, അതും ചില്ലർ പാക്കിംഗ്, കൂടുതൽ പാക്കിംഗ് ഒന്നുമില്ല. എന്താ പറയുക, ഞാൻ മോസ്റ്റ് ഓഫ് ദി ഡേ ഞാൻ ഈ കട്ടിലിൽ കിടക്കുകയായിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനൊന്ന് കാര്യമായിട്ട് പോയി തുമ്പണ്ട്. എനിക്കിങ്ങനെ തുമ്പി വീഡിയോ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു താല്പര്യമില്ല. കുറച്ച് നേരമൊക്കെ എൻ്റെ തുമ്മലും ഒന്ന് ആവി പിടിച്ച് കഴിഞ്ഞാൽ തുമ്മൽ അവിടെ നിൽക്കും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാനുണ്ട്. പക്ഷെ ആവി പിടിക്കുന്നത് എനിക്ക് ഓൾറെഡി ബ്രീത്തിങ് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് വീണ്ടും ആവി പിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. നോക്കട്ടെ, കുറച്ച് നേരം തുമ്പി അത് നിൽക്കുമെങ്കിൽ അതങ്ങ് തീർന്ന സമാധാനമായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിക്കലെങ്കിൽ ഇന്നില്ല, മേല് കഴുകൽ മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കഴിഞ്ഞിട്ട്, ഭയങ്കര തണുപ്പായിരിക്കും ഇപ്പോൾ പോയി മേല് കഴുകിയ വെള്ളം. അതേ ഞാൻ കുറച്ച് നേരം തുമ്മലൊക്കെ കഴിഞ്ഞിട്ട് ഉമ്മറത്ത് വന്നപ്പോൾ ഉമ്മറത്ത് നല്ല ചെറിയ മഴ ഉണ്ട്. നല്ല മഴ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റാണ്. കണ്ടോ, ആ ലോറി പോകുന്നതിൻ്റെ സൗണ്ടാട്ടോ അത്. പക്ഷെ എന്നാലും അത്യാവശ്യമൊക്കെ മഴയുണ്ട്. അമ്മ തിരുമ്പലൊക്കെ കഴിഞ്ഞ് പോകാൻ വീണ്ടും കൊണ്ടിട്ടതിന് ശേഷമാണ് തോന്നുന്നു മഴ പെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ചൂടോടെ നമ്മൾ ഈ പച്ചരി തേങ്ങയും ജീരകമൊക്കെ ചെറിയുള്ളി മീൻസ് ചുമന്നുള്ളി, കുഞ്ഞ ഉള്ളിയില്ലേ, അത് ഒക്കെ അരച്ചിട്ട് അപ്പം ഉണ്ടാക്കി, അപ്പം ഇങ്ങനെ ചൂടോടെ ചുട്ടെടുക്കുന്ന അപ്പം ഉണ്ടല്ലോ, അതാണ് ടേസ്റ്റ്. അതിലിങ്ങനെ വെളിച്ചെണ്ണ ഇങ്ങനെ മേലെ ഇങ്ങനെ തൂവിട്ട് എനിക്ക് കഴിക്കാൻ പാടില്ല, ഷുഗറാണ്. പക്ഷെ എന്നാലും 1-2 രാവിലെ കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. എന്നും ഗോതമ്പ് കഴിച്ച് എൻ്റെ വയറ്റിൽ ഗോതമ്പ് വളരുന്നു എന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഗോതമ്പ് കഞ്ഞിയൊന്നും എൻ്റെ പൊന്നോ, ഞാൻ ഇതുവരെ ചത്താലും ഗോതമ്പ് കഞ്ഞിയൊന്നും കുടിക്കില്ല എന്ന് വാശി പിടിക്കുന്ന ഒരാളാണ്. പക്ഷെ അതും ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. രാത്രിക്ക് ചില സമയത്ത് അമ്മ ഗോതമ്പ് കഞ്ഞി, അമ്മയ്ക്കുണ്ട്, അമ്മ രാത്രി അങ്ങനെ എന്തെങ്കിലും കഴിക്കും, ലൈറ്റായിട്ട് ഫുഡ്. അപ്പോൾ അതുണ്ടാക്കുന്ന സമയത്ത് പിന്നെ അമ്മ വേറെ എക്സ്ട്രാ ഫുഡ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയും എനിക്കത് മതിയാണ്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, കഴിക്കാം, അഡ്ജസ്റ്റബിളാണ്. ഞാൻ വിചാരിച്ച മതി ഭീകരമായിട്ടുള്ള വൃത്തികെട്ട ചൊയൊന്നുമില്ല, നല്ല ടേസ്റ്റുള്ള സാധനം തന്നെയാണ്. പിന്നെ നമുക്കിതിലും രുചികരമായിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പുറത്തുള്ളത് കൊണ്ട് പരമാവധി ഒഴിവാക്കിയിരുന്നു എന്ന് മാത്രം. പിന്നെ ഇങ്ങനെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാന്നല്ലാതെ വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ഹാജരായിട്ടുണ്ട്. പാവട്ടോ, സാരമില്ല, ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടല്ലേ. അപ്പോൾ ഞാൻ പോയിട്ട് ചായ കുടിക്കട്ടെ. ചായ കുടിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പം എന്നുള്ളത്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനേക്കാൾ മുന്നേ നമ്മുടെ ചക്കപ്പ് ഉണ്ടായിരുന്നേ. അതായത് ഇന്നലെ അമ്മയുടെ ചേച്ചി വല്യമ്മ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. വല്യമ്മ എനിക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ചക്കപ്പ കേട്ടോ. ഇവിടെയൊക്കെ ചക്കയായിട്ട് ഇങ്ങനെ കപ്പ ഉണ്ടാക്കും, എല്ലായിടത്തും ഉണ്ടാക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ചക്കപ്പായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊക്കെ മുന്നേ പറയണം. അതായത് ഇത് മധുരം ശർക്കരയാണ്, പഞ്ചസാരയല്ല. എനിക്ക് രാവിലെ തൈറോയിഡിൻ്റെ മരുന്ന് കഴിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ടാട്ടോ ഞാനിത് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പ. പക്ഷേ ചില സമയത്ത് ഹാർട്ട് ബേൺ ഉണ്ടാവും, പക്ഷേ വലിയ കുഴപ്പമില്ല, ഞാനൊന്ന് കഴിക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബ്രേക്ക്ഫാസ്റ്റ്. പച്ചരി വെള്ളത്തിലിട്ട് കുതിർത്തി രാവിലെ അരയ്ക്കുക, അതിലേക്ക് തേങ്ങയും ജീരകവും ചുവന്നുള്ളി ഇട്ടിട്ടാട്ടോ അരയ്ക്കുക. ഉപ്പ് പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇടുക, ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ്. ബാഡ് ഹാബിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അതിൽ ഹോർലിക്സാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കണ്ടാ,
വേറെ നിവർത്തില്ല, എനിക്കിത് കഴിക്കണമെങ്കിൽ ഇത് വേണം, ഇതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. പിന്നെ പഞ്ചസാര ഇടുക, പഞ്ചസാരയുടെ എന്തെങ്കിലും ബെറ്റർ ഇതാണെന്ന് തോന്നിയോണ്ട് കേട്ടോ ഞാനിതിട്ടത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിൽ ഷുഗർ ഈ ഒരു സ്പൂൺ ഓഫ് ഹോർലിക്സ് മാത്രമാണ്, ഞാൻ വേറെ ഒന്നും കഴിക്കില്ല. അപ്പോൾ നേരത്തെ ഞാൻ ചക്കപ്പം കഴിച്ചതിൽ ശർക്കരയാണ്, അത് ഒരു എന്താ പറയുക, വളരെ എനിക്ക് കൊണ്ടുവന്നുകൊണ്ട് തന്നെ വളരെ മധുരം കുറച്ചിട്ടാണ്. അതായത് നാച്ചുറൽ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു മധുരം മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൊതി മൂത്ത് കഴിക്കാൻ പറ്റില്ല. അതാണ് ഈ കഴിക്കുന്നതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതേ ഞാൻ കഴിക്കാറുണ്ട്. ഭയങ്കര ഫേവറേറ്റ്. ഇപ്പോൾ നമുക്കല്ല, കോളേജിൽ പോകുന്ന സമയത്തിന് തൊട്ടും ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം രാവിലെ 6 മണിക്ക് ഞാൻ 6:15 ബസ്സിന് പോയിരുന്നേ കോളേജിലേക്ക്. അപ്പം ഇവിടുന്ന് ഗുരുവായൂർ വരെ എത്തണം. അപ്പം അമ്മ എനിക്കിത് ഉണ്ടാക്കി തരും. പക്ഷെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അത് അപാരമാണ്. അന്നും ഇന്നും അടിപൊളിയാണ്. എല്ലാവരും ഈ ടൈപ്പ് അപ്പം ഉണ്ടാക്കാറുണ്ടോ, ഇത് കോമൺ ആണോ എന്ന് എനിക്കറിയില്ല. പച്ചരി വെള്ളത്തിലിട്ട് അത് അരയ്ക്കുന്ന കൂട്ടത്തിൽ ചെറിയ ഉള്ളി, ഒരു കഷ്ണം ചെറിയ ഉള്ളി, പിന്നെ ഒരു 2-3 ജീരകം, പിന്നെ തേങ്ങ. ഇതാണ് തേങ്ങ അവസ്ഥ പറഞ്ഞാൽ ഈ അപ്പത്തിൻ്റെ ടേസ്റ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് അപ്പം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വന്ന് കിടക്കുക കേട്ടോ ചെയ്തതും. ഞാൻ അതാണ് ആദ്യമേ ഡിസ്ക്ലെയിമർ പറഞ്ഞത്, പ്രൊഡക്റ്റീവായിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗൊന്നുമല്ല. പക്ഷേ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്, എനിക്ക് രാവിലെ ഒരു മരുന്നുണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് പോകണം, അത് ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറെ അടുത്ത് പോകണം എന്നുള്ളത്. പോയിട്ട് ഡോക്ടർ തന്ന മരുന്ന് ഉറക്കഗുളികയാണോ പോലും എനിക്കൊരു സംശയം കേട്ടോ. അത് കഴിച്ചാൽ പിന്നെ എനിക്ക് ഒന്നിനും വയ്യ, നിൽക്കാനും ഇരിക്കാനും കിടക്കുന്നത് മാത്രമേ മുന്നിൽ ഒരു ഓപ്ഷനുള്ളൂ. അത്രയും ടയർഡാണ് ഞാൻ. നല്ല ഹൈ ഡോസ് ആയിട്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണം. ഇനി ഉച്ചയ്ക്കും കൂടി ഉണ്ട്. ഉച്ചയ്ക്ക് അത് കഴിച്ചാൽ ഫുൾ ഉറക്കം സെറ്റാണ്. പിന്നെ ഇന്ന് എനിക്കൊരു ബിരിയാണി കഴിക്കാനൊരു പൂതി മാത്രമേ ഉള്ളൂ. കഴിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. അങ്ങനെ വിശാഖ് വീട്ടിൽ നിന്ന് സൺഡേ അല്ലേ, അപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു എനിക്കൊരു ബിരിയാണി വേണം. ഞാൻ മാത്രമല്ല അപ്പം ഉണ്ട് ഇവിടെ. അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ബിരിയാണി കഴിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഞാൻ വിശാഖിനോട് പറഞ്ഞു 2 ബിരിയാണി മേടിച്ചാൽ മതി. വിശാഖ് ഇവിടുന്ന് കഴിച്ചോട്ടെ ഞാൻ പറഞ്ഞു. 2 ബിരിയാണി മേടിച്ചാൽ മതി, കാരണം എനിക്ക് ബിരിയാണി കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് അതിൽ ഒരു ഉറപ്പില്ല. വെറുതെ 3 ബിരിയാണി മേടിച്ചിട്ട് അത് നാശമാക്കണമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞു 2 ബിരിയാണി മതി, എനിക്ക് ഹാഫ് മതി, ബാക്കി കഴിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി മേടിച്ച് കൊണ്ടുവന്നാൽ അറിയാം എനിക്ക് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇന്ന് രാവിലെ ഞാൻ കാണിച്ചില്ലേ എന്തായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റുകളിൽ ഒന്നാണ് അപ്പം. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കപ്പയും മീൻ കറിയും കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ പുട്ട് കഴിക്കുന്ന പോലെ, പത്തിരിയും ചിക്കൻ കറിയും കഴിക്കുന്ന പോലെ ഒന്നും എനിക്കിപ്പോൾ അത്ര കഴിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും. പക്ഷേ എനിക്കിങ്ങനെ കഴിക്കാൻ അധികം പറ്റുന്നില്ല. ഞാനൊരു 2 അപ്പം കഴിച്ചതോടുകൂടി ഞാൻ നിർത്തി. മൊത്തത്തിൽ ഞാനൊരു 3-3.5 കഴിക്കും. പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പിന്നെ കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഇന്നലെ രാത്രി ഞാൻ ഡിന്നർ സ്കിപ്പിംഗ് എന്ന് മാത്രമല്ല, ഒരു 3-4 സ്പൂൺ ഗോതമ്പിൻ്റെ കഞ്ഞിയാണ് കുടിച്ചത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് രാവിലെ ഭക്ഷണം കഴിച്ചേ പറ്റും, കാരണം ഇത്രയും മരുന്ന് കഴിക്കുന്ന കാരണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 അപ്പെടുത്ത് ഏകദേശം എൻ്റെ പരിപാടി നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ടൈം, അതായത് എനിക്ക് ഫസ്റ്റ് ടൈമാണ് അരി എന്ന് പറഞ്ഞാൽ പച്ചരിയുടെ ഭക്ഷണമാണ്. പച്ചരി കാർബോഹൈഡ്രേറ്റ്സ് നല്ലതാണ് കേട്ടോ. ഷുഗർ ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ രാത്രി രാവിലെ ഒരുപോലെ ഗോതമ്പ് കഴിക്കാൻ എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അപ്പം കഴിച്ചത്. അപ്പം അത് കഴിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ഹാർട്ട് ബേൺ. എനിക്ക് പൊതുവേ അങ്ങനെ ഇതുവരെ ദോശ, ഇഡ്ഡലി, അപ്പം ഒന്നും കഴിക്കുന്ന സമയത്ത് ഹാർട്ട് ബേൺ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്കിവിടെ ഇങ്ങനെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഹാർട്ട് ബേൺ ഉണ്ടെന്ന് പറയുമ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ നമ്മൾ അറിയുന്നവരൊക്കെ പറയുള്ളൂ. അതായത് ഒരു 3-4 മാസത്തിലൊക്കെയാണ് ഇങ്ങനെ ഉണ്ടാവാറ്. ഇപ്പം എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ ചിലരുടെ വീഡിയോ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഈ 5th month 6th monthലൊക്കെ ഹാർട്ട് ബേൺ ഉള്ളവരുണ്ട്. അതുപോലെയാണ് തോന്നുന്നു എൻ്റെ ഒരു നേച്ചർ. വോമിറ്റിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് കരുതുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ഹാർട്ട് ബേൺ എനിക്ക് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇപ്പോൾ നന്നായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭക്ഷണങ്ങൾ ഒരു തവണ പറ്റി രണ്ടാമത് ആവർത്തിക്കാറില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി എനിക്ക് ബ്രീത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കാരണം എനിക്ക് ഹാർട്ട് ബേണും കൂടി ഉള്ള സമയത്ത് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടാത്ത പോലത്തെ ഒരു ഫീലിങ്.
അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഞാൻ പരമാവധി ചെയ്യാറ്. എനിക്ക് തോന്നുന്നു ഇന്ന് രാവിലെ നമ്മൾ കഴിച്ച ചക്കപ്പമാണ് എനിക്ക് പണി തന്നത് എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഏലക്കായയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന സമയത്താണ് അമ്മ വിളിക്കുന്നത്. അമ്മ വിളിച്ചു, ചക്ക ഉണ്ട് വേണോ കൊടുത്തയക്കട്ടെ? പറഞ്ഞു വേണ്ട, ചക്ക കൊടുത്തയക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അമ്മ എന്നോട് പറഞ്ഞു ഈ കഴിക്കണ്ട, അച്ഛനും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓക്കെ കൊടുത്തയച്ചോളം പറഞ്ഞു. അപ്പോഴും ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ചക്കെങ്ങാനും കണ്ട് ഞാനതെങ്ങാനും എടുത്ത് വായിലിട്ടാലോ എന്നുള്ളൊരു പേടി കാരണം ആണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞ്. വിശാഖ് വരുമ്പോൾ ചക്ക കൊടുക്കുമെന്ന് എനിക്ക് അങ്ങനെയല്ല, വിശാഖ് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ വിശാഖ് എടുക്കാൻ മറന്നിട്ടാണോ വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതുപോലെ പാല് വിശാഖ് അവിടെ നിന്നാണ് കൊണ്ടുവരിക. അതായത് അവിടെ വീടിന് തൊട്ടടുത്ത് വീട്ടിലെ പശുവിൻ്റെ പാലാണ് ഞാൻ കുടിക്കാറ്. അപ്പോൾ ഇവിടുത്തെ പാൽ എനിക്ക് അത്രത്തോളം കട്ടി തോന്നാറുണ്ട്. ഒരു ഭയങ്കര പച്ചവെള്ളം ഒഴിച്ച പോലത്തെ ഒരു പാലാണ്. അപ്പോൾ അതെനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് വിശാഖ് അവിടെ നിന്ന് പാല് കൊണ്ടുവരിക ചെയ്യാറ്. അങ്ങനെ ഇന്നിപ്പോൾ പാലും എത്തിയിട്ടില്ല. മിക്കവാറും വൈകുന്നേരമായിരിക്കും ഞാൻ പാലും ചക്കയൊക്കെ വീണ്ടും വിശാഖ വരുന്നത്. എന്തായാലും മറന്നിട്ടുണ്ടാവും. ഇപ്പം എന്നെ വിളിച്ചപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാ ഞാൻ പാലെടുത്തോന്ന് ചോദിക്കാൻ വിട്ടു പോവുകയും ചെയ്തു. അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഇനി വിശാഖ് വരട്ടെ, വന്നറിയാം ബിരിയാണിയുടെ കൂട്ടത്തിൽ ചക്കി പാലൊക്കെ ഉണ്ടോയെന്ന്. അല്ലെങ്കിൽ ഈവനിങ് ആകുമ്പോഴാവും മിക്കവാറും എനിക്ക് കൊണ്ടുവന്ന് തരുന്നത്. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക റെസ്റ്റ് കഴിഞ്ഞു. ഇനി പോയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ മെയിൽ കഴുകണം എന്നൊക്കെ രാവിലെ വിചാരിച്ചു. പക്ഷെ എനിക്ക് വൈകിയായിരുന്നു. എങ്ങാനും പോയിട്ട് ആ ബാത്റൂമിൽ എങ്ങാനും തലയിറങ്ങി വേണം. എനിക്കാണെങ്കിൽ എൻ്റെ കൂടെ കുളിക്കാൻ ഒരാളെ കൊണ്ടൊന്നും ഇഷ്ടമല്ല. അമ്മ എന്നോട് പറയും ഞാനും വരാം ഒറ്റയ്ക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞാലും. പക്ഷെ എനിക്കൊരു ചമ്മല. അതിപ്പോൾ തൊട്ടിട്ടല്ല കേട്ടോ. എൻ്റെ വയറിൻ്റെ ഇവിടെ ഒരു സർജറി മുന്നേ സിസ്റ്റ് പോലെ വന്നിട്ട് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചൊക്കെ ഉണ്ടായിരുന്നേ. അതും കീ ഹോളായിരുന്നില്ല, ഓപ്പൺ സർജറി ആയിരുന്നു. അതായത് നോർമൽ സ്റ്റിച്ച് ഇട്ടിട്ടുള്ള ഒരു സർജറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നനയ്ക്കാനൊന്നും പാടില്ല. എനിക്ക് എന്താ പറയുക, നമ്മൾ ഈ വയറിലൊക്കെ ആകുമ്പോൾ കൂടുതൽ നിവരാനും വയ്യ, തുമ്മാനും വയ്യ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ള സമയമുള്ളൂ. അപ്പോൾ പോലും ഞാൻ അമ്മേനെ അടുപ്പിച്ചതില്ല. വേണ്ട അമ്മ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അമ്മേനെ ഒഴിവാക്കി ഞാൻ. പിന്നെ കാലൊടിഞ്ഞിട്ടും കൈ ഒടിഞ്ഞിട്ടും ഒന്നിനും ഞാൻ എന്ത് ചെയ്തിട്ടില്ല. അമ്മേനെ പാവം കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടിപ്പിക്കാറില്ല. അങ്ങനെ എന്താ പറയുക, ഇപ്പോഴും അങ്ങനെ തന്നെ അമ്മ വരണ്ടെന്ന് ഞാൻ പറയും. എനിക്ക് സ്റ്റൂളൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് ബാത്റൂമിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പക്ഷേ എനിക്ക് ഞാൻ പറയില്ല 2 ദിവസമായിട്ട് ഈ മരുന്ന് കഴിക്കുന്ന കാരണമേ, മരുന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കള്ളു കുടിച്ചപ്പോഴത്തെ ആളുകളുടെ ഒരു സെറ്റപ്പാണ് എനിക്ക്. കാരണം എനിക്ക് ഭയങ്കര എന്താ പറയുക മിസ്സിങ് ആണ്. അവിടുന്ന് വന്ന് ഇവിടെ കിടന്നാൽ മാത്രമേ ഞാൻ അറിയുള്ളൂ. പിന്നെ ഈ സമയത്ത് കണ്ണു തുറക്കണം. അപ്പോൾ ഞാൻ എന്തായാലും വിശാഖ വന്നിട്ട് ബിരിയാണി കൊണ്ടുവന്നിട്ടാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വിശാഖ വന്നിട്ടുണ്ടായിരുന്നേ, ഭക്ഷണമായിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുത്തില്ല. കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ച്. അച്ഛനമ്മയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അങ്ങനെ വീഡിയോ എടുക്കുന്നവർക്ക് വളരെ കംഫർട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ എൻ്റെ ഭക്ഷണം കഴിക്കുന്ന അത്ര സുഗമമല്ലാത്തത് കൊണ്ടും ഞാൻ വീഡിയോ എടുത്തില്ല. ഇനി എനിക്ക് കുറച്ച് പണിയുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. കുറച്ച് പ്രോഡക്റ്റ്സ് നമുക്ക് ഡിസ്പാച്ചിങ് ഉണ്ട്. ദുബായ് ആണെന്ന് തോന്നുന്നു. ദുബായ് ആണോ? ദുബായ് എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറഞ്ഞാൽ അറിയില്ല കേട്ടോ. അബുദാബി, സൗദി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനറിയില്ല. എങ്ങോട്ടാണെങ്കിലും സാധനം പാക്ക് ചെയ്തെന്ന് കൊടുക്കണം. വിശാഖ കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ഹോം ഡെലിവറിയാണ്. നമുക്ക് കുറച്ച് അടുത്താണ്. അപ്പോൾ ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്. പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ആൽബം എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് സെലക്ട് ചെയ്ത് കൊടുത്ത് അവർ പ്രിൻറ്റ് ചെയ്ത് തന്നു. നമ്മൾ ക്യാഷൊക്കെ എന്നോ കൊടുത്ത് കംപ്ലീറ്റ് ആക്കിയതായിരുന്നു കല്യാണ സമയത്ത്, കല്യാണത്തിൻ്റെ പിറ്റേന്ന് തന്നെ. അപ്പോൾ എന്നും എന്നെ ദീപ് വിളിക്കും, ഇനി ഒന്ന് സെലക്ട് ചെയ്യും. മറ്റേത് നമ്മൾ പൈസയ്ക്ക് വേണ്ടി അങ്ങോട്ട് വിളിക്കണം കസ്റ്റമേഴ്സിനെ. അത് എല്ലാം കംപ്ലീറ്റ് ആക്കാൻ നിങ്ങൾക്ക് ഫോട്ടോ സെലക്ട് ചെയ്യാനുള്ള സമയമില്ല എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചിങ്ങനെ ദീപു ചീത്തര. ദീപു എൻ്റെ ഫ്രണ്ടാണ്. എന്നെ മാത്രമല്ല എൻ്റെയും വിഷാനൊക്കെ ഫ്രണ്ടാണ്. എനിക്ക് തോന്നുന്നു ഞാൻ സേവ് ദ ഡേറ്റിൻ്റെ ഒരു വ്ളോഗ് ചെയ്ത് വീഡിയോയിൽ ദീപു ഉണ്ട്. അതാണ് ദീപുയുടെ ആഡ്വ വെഡിങ്സ് ആണ് നമ്മുടെ കല്യാണത്തിലെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോ ദീപു എന്നും വിളിക്കും, ഒന്ന് സെലക്ട് ചെയ്യാൻ മനീഷ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവസാനം ഞാൻ സെലക്ട് ചെയ്ത് ഫൈനലൈസ് ചെയ്ത് കൊടുത്ത് അവൻ പ്രിൻറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെയും വിശാഖിൻ്റെയും 2 ആൽബം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് അവൻ പോയി. കാരണം ഏതോ ഒരു ഫിലിമിൻ്റെ വർക്കിലാണ്. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ദീപു പോയി. ഇനിയും അതിൻ്റെ എന്തൊക്കെയൊക്കെയോ വരണ്ട. 2024 കഴിഞ്ഞ കല്യാണമാണ്. അതിപ്പോൾ 1 വർഷം ആവാറ്, ഏകദേശം 8 മാസത്തോളമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം
ഇനി അതിൻ്റെ കാലണ്ടർ വരാനുണ്ട്, മിനി ബുക്ക്, അതായത് മിനി ഇതുണ്ടല്ലോ, മിനി അത് വരാനുണ്ട്. അപ്പോൾ അതിനോട് ഞാൻ പറയുകയും ചെയ്തു, കലണ്ടർ അടിക്കുമ്പോൾ 2024 അടിക്കേണ്ട, എന്തായാലും ഇത്രയല്ലേ, ഇനി 2025 തന്നെ അടിച്ചേക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാനങ്ങനെ കളിയാക്കൊക്കെ ചെയ്തു. അപ്പോൾ അതൊന്നും എനിക്ക് എടുത്ത് നോക്കണം, അതായത് വിശദമായിട്ട് നോക്കണം. ഒരു രസമല്ലേ, നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ ഒന്ന് റിവൈൻഡ് ചെയ്യല്ലേ, അപ്പോൾ അത് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, അതൊന്ന് ജസ്റ്റ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കട്ടെ ഞാൻ, അല്ലെങ്കിൽ പിന്നെ അത് ലേറ്റ് ആകും. പിന്നെ അവർക്ക് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് അയച്ചു കൊടുക്കാനല്ലോ. അപ്പോൾ നമ്മൾ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോസും വീഡിയോസും എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ അതെനിക്ക് ഭയങ്കര സങ്കടം. പിന്നെ ആരെങ്കിലും ചോദിക്കുമ്പോൾ നമ്മൾ മുന്നേ അങ്ങനെ ചെയ്തിരുന്നെന്ന് വായ കൊണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലോ, ഇതിൻ്റെ എവിഡൻസ് നമ്മൾ കാണിച്ചു കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ അതൊന്നും എടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പാക്ക് ചെയ്യാനുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനെല്ലാം സെറ്റാക്കി, ഞാനെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് ഇന്ന് രാത്രി പറക്കാനുള്ള പാക്കിംഗ് ആണ് കേട്ടോ. വിശാഖ എന്തായാലും വൈകിട്ട് കൊണ്ടു കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെല്ലാം അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാക്കിംഗ് ഒക്കെ ഞാൻ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ട്, നമ്മുടെ പാക്കിംഗ് ഒക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. വിശാഖ വരും കൊണ്ടു കൊടുക്കാൻ. പിന്നെ കേട്ടോ നമ്മുടെ ആൽബം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട്. വേറൊരു കാര്യം, ഞാനിവിടെ ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വിശാഖ എന്നുള്ളത്. അത് കഴിച്ചപ്പോഴൊന്നും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എനിക്ക് കുറച്ച് ദിവസം കർബ്സൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്താൽ ഇതുമാതിരി ഇന്നത്തെ മാതിരി എന്തെങ്കിലും കഴിക്കാനുള്ള ക്രേവിങ്സ് വരും. ഈവൻ ഞങ്ങൾ കോഴിക്കോട് ഡോക്ടറെ അടുത്ത് പോയ ദിവസം കൂടി അച്ഛനും അമ്മയും വിശാഖും എല്ലാവരും നെയ്റോസ്റ്റും മസാല ദോശയൊക്കെ കഴിച്ചതെപ്പോഴും ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു. ഞാൻ എപ്പോഴും പൂരിയാണ് കഴിച്ചത്, ഗോതമ്പല്ലേ എന്ന് വിചാരിച്ചിട്ട്. അത് വെച്ചാൽ എന്നെക്കൊണ്ട് അങ്ങനെ പറ്റാറില്ല പൊതുവേ, പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ പറ്റിച്ചു. എന്നിട്ട് പോലും എനിക്ക് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. എന്തെങ്കിലും കഴിക്കാൻ സ്വാഭാവികമില്ല, നമ്മളിങ്ങനെ കുറേ വർഷത്തെ ഒരു റൊട്ടീൻ പെട്ടെന്ന് മാറുന്നതല്ല. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞ വെച്ചാൽ എനിക്ക് പൂള വേണം, കപ്പ വേണം, കാരണം എനിക്കിഷ്ടമാണല്ലോ അത് കഴിക്കാൻ, ചോറല്ല. എന്നാൽ എനിക്കിഷ്ടമുള്ള വേറൊരു സാധനമാണ്, കാബ്സാണ്. ഡിന്നറിന് കഴിക്കുന്നത് അത്രത്തോളം സ്യൂട്ടായിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷെ എന്നാലും എനിക്കത് വേണം എന്ന് പറഞ്ഞാൽ അച്ഛനത് പേടിക്കാൻ വേണ്ടി പോകാൻ നിൽക്കായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടി ഉമ്മർത്തിരിക്കുന്ന സമയത്തും കൊട്ടവണ്ടിയിൽ പുളേ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഞങ്ങളത് മേടിച്ചു. അമ്മ ഉമ്മർത്ത് എന്തോ കാര്യത്തിന് വേണ്ടി പോയതാണ് അങ്ങോട്ട് പറമ്പിലോട്ടേക്ക്, പറമ്പല്ല മുറ്റത്തേക്ക്. അപ്പം അമ്മ അതവിടെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നൈറ്റ് എൻ്റെ ഫേവറേറ്റ് ആണ്, പൂളയാണ്. എന്നെ പോലെ ഇവിടെ ആർക്കും അത്ര പൂളയോട് വലിയ താല്പര്യം ഞാൻ കാണാറില്ല കേട്ടോ. ഷുഗർ ഉള്ളവർ പൂള കഴിക്കുന്ന അത്ര നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇടും. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടം. ഒരാഴ്ച കൂടുമ്പോൾ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ കഴിക്കുന്നുണ്ടെന്നൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തായാലും പോയിട്ട് എനിക്ക് 2 കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഒന്ന് മുടി കയറെടുക്കണം, പിന്നെ മേല് കഴുകണം. രാവിലെ മേല് കഴുകുക എന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടന്നില്ല. ഇനി പോയിട്ട് മേല് കഴുകണം. മുടിയുടെ കാര്യം ചിലപ്പോൾ ഞാൻ ചീകിയിട്ട് അങ്ങ് കെട്ടിവെക്കുള്ളൂ, വേറെടുക്കാനുള്ളൊരു അവസ്ഥയില്ല. ബിക്കോസ് എനിക്ക് ഭയങ്കര തലവേദന ഉണ്ട്. തലവേദന ഉള്ള സമയത്ത് വീണ്ടും മുടിയിൽ തൊട്ടാൽ അത് കൂടുതലാവുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും മേല് കഴുകി വന്നാൽ അപ്പോഴത്തേക്ക് അമ്മ പുളയാക്കി വയ്ക്കും. ഞാൻ പുള കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല കേട്ടോ. ഫുഡ് കഴിക്കുന്നത് അങ്ങനെ കാണിക്കാൻ എനിക്കങ്ങനെ തോന്നണില്ല ഇപ്പോൾ 2 ദിവസമായിട്ട്. അതുകൊണ്ടാണ്. പിന്നെ പൂള കഴിക്കുന്ന ഞാൻ വീഡിയോ എടുക്കില്ല. ഞാൻ കുളിക കഴിഞ്ഞ് വന്ന് ഒന്ന് സെറ്റായാൽ ഞാൻ വീഡിയോ മൈൻഡപ്പ് ചെയ്യും. ബിക്കോസ് അങ്ങനെ പിന്നെ ഭക്ഷണം കഴിക്കുക, കിടക്കത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും കുളിക്കട്ടെ പോയിട്ട് കേട്ടോ, എന്നിട്ട് കാണാം നമുക്ക്. പിന്നെ ഞാൻ പോണേക്കാട്ടും കുളിക്കാൻ പോണേക്കാട്ടും പിന്നെ അമ്മ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. ഞാൻ തന്നെ സെയിം കട്ട് ചെയ്തെടുത്താട്ടോ. ആപ്പിളുണ്ട്, മാങ്ങയുണ്ട്. ആപ്പിളോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പിന്നെ കഴിക്കാൻ വെച്ചാൽ നല്ലതാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ കഴിക്കുന്നു. മാങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങ തിന്നാൻ എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഫുഡൊന്നും എനിക്കൊരു വലിയ ഓക്കെ ആയിട്ടുള്ള കണ്ടീഷനല്ല. അതുകൊണ്ടാണ് ഞാൻ അച്ഛനോട് ഞാൻ പൂള മേടിക്കാൻ പറഞ്ഞത്. എന്തായാലും മാങ്ങയൊക്കെ കഴിച്ചിട്ട് പോയി കുളിക്കട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വീണ്ടും കുറച്ച് നേരം കിടന്ന് ഫുഡ് കഴിച്ചിട്ടില്ല. ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ കപ്പയാണ്, ജസ്റ്റ് കപ്പ മാത്രം കഴിച്ച് ഞാൻ കിടക്കും. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പാണ്. എനിക്ക് തീരെ വയ്യ. ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ എന്ന് വിചാരിക്കുന്നു അന്ന് എനിക്ക് ഭയങ്കര ടയേർഡുള്ള
ദിവസമായിരിക്കും. എനിക്കിന്ന് സത്യം പറഞ്ഞാൽ ഇന്ന് മെജോറിറ്റി ഓഫ് ഡേ ഞാൻ ഈ കട്ടുമ്പോൾ കിടക്കരുത്. മറ്റേത് എപ്പോഴും ഒന്ന് കുറച്ച് നേരമെങ്കിലും ഒന്ന് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. എനിക്കിന്ന് അതും വയ്യ. ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്തേ അമ്മോട് ഞാൻ ഇവിടെ കട്ടുമ്പോൾ ഇരിക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് ഒറ്റയ്ക്ക് ബാത്റൂമിലേക്ക് പോകാൻ പേടി. കാരണം തല ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുക. അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞു വീഡിയോ നീട്ടുന്നില്ല. അതിനിടയ്ക്ക് ഇഷാഖ് വന്നിരുന്നു. അപ്പോൾ ഇഷാഖ് പോയി. എനിക്ക് 2-3 കാര്യങ്ങൾ ചെയ്തു തരണ്ടായിരുന്നു. അതും കൊണ്ട് പുള്ളി പോയി. അപ്പോൾ ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഭയങ്കര സിക്കായിട്ടുള്ളൊരു ഡേ ആണ്. എനിക്ക് തീരെ കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ എടുത്തു തുടങ്ങിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കുന്ന വീഡിയോയുടെ. കാരണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് അവസാനിപ്പിക്കില്ലായിരുന്നു. ഞാൻ പതിക്ക് വെച്ച് നിർത്തിയിരുന്നു. എനിക്ക് അത്രയും വയ്യാത്തൊരു ദിവസമാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മരുന്ന് മാറ്റി കുറച്ചും കൂടി ഡോസേജുള്ള മരുന്ന് കഴിച്ചു തുടങ്ങിയതോടുകൂടി ഞാൻ ആകെ സൈഡാണ്. എന്തായാലും കുറച്ച് മാസങ്ങളും കൂടി അത് സഹിക്കേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ സഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് തന്നെ ഓക്കെ ആവും ബേബി വന്നാൽ. അപ്പോൾ ഇതേ വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയാൻ മാത്രമുള്ള പ്രൊഡക്റ്റീവ് കണ്ടൻറ്റുള്ള ഒരു വീഡിയോ അല്ലാന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും ടാറ്റാ.